നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ പഴങ്ങളെ പറ്റിയാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഈ നാട്ടിലെ ഫലങ്ങൾ സ്വർഗത്തിലെ പഴങ്ങളെന്ന് വേണമെങ്കിൽ വിളിക്കാം. രുചിയിലും ഗുണത്തിലും അവ ലോകത്തെവിടെയുമുള്ള പഴങ്ങളോട് കിടപിടിക്കുന്നവയാണ്. ഉപ്പ് തേടി ഉപ്പുമലയിലുള്ള ഒരാൾ നടക്കുന്നത് പോലെയാണ് ഇന്ന് മലയാളി പഴങ്ങൾ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഒന്നാന്തരം ഫലങ്ങൾ വീട്ടുമുറ്റത്ത് വിളയുമ്പോൾ അവ കാണാതെ നാം മറുനാടൻ പഴങ്ങൾ വൻ വില കൊടുത്തു വാങ്ങുന്നു. സ്വന്തം പറമ്പിലെ പോഷകസമൃദ്ധമായ ചക്കയും മാങ്ങയും പപ്പായും വാഴപ്പഴവും നോക്കാൻ ആളില്ലാതെ മണ്ണടിഞ്ഞു പോകുമ്പോഴും മാരകമായ രാസവസ്തുക്കൾ കലർത്തിയ അതേ പഴങ്ങൾ വാങ്ങാൻ നാം പല കടകളിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ പഴങ്ങളിൽ പ്രഥമ സ്ഥാനം മാമ്പഴത്തിനാണ്. മാവും മാമ്പഴവും മാഞ്ചുവടും മാമ്പഴക്കാലവുമൊക്കെ മലയാളിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ലോകത്തെവിടെയായാലും മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന തേൻമധുരമുള്ള ഓർമ്മകളാണ് മാവുമായി ബന്ധപ്പെട്ടത്. കേരളത്തിൽ ധാരാളമുള്ളതും വീട്ടുമുറ്റത്തു നിന്ന് പോലും നമുക്ക് പറിച്ചു തിന്നാവുന്നതുമായ മാമ്പഴം പഴങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ഫലവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന പഴവും മാമ്പഴം തന്നെയാണ്. മുഗൾ ചക്രവർത്തിയായ ബാബർ മാങ്ങയെക്കുറിച്ച് പറഞ്ഞത് ഹിന്ദുസ്ഥാൻ്റെ തനതായ വിശിഷ്ട ഫലം എന്നാണ്. പുരാതന ഫലവൃക്ഷമായ മാവ് നമ്മുടെ ജീവിതവും സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. മാവിൻ്റെ ജന്മദേശമായി കരുതപ്പെടുന്നത് നമ്മുടെ രാജ്യമായ ഭാരതമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാവ് ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ചരിത്രരേഖയാണ്. ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് മാങ്ങ കയറ്റി അയക്കുന്നു. ഏറെ പോഷകമൂല്യമുള്ള പഴമാണ് മാമ്പഴം. രുചിയിലും മണത്തിലും ലോകത്തിൽ ഏറ്റവും മുൻനിരയിലുള്ള പഴം മാമ്പഴം തന്നെയാണ്. മാവ് മറ്റ് രാജ്യങ്ങളിലുണ്ടെങ്കിലും ഇന്ത്യൻ മാമ്പഴത്തിൻ്റെ അടുത്തെങ്ങും അത് എത്താറില്ല. വിദേശ ഇനങ്ങളുടെ രുചിയും മണവും 500-ലേറെ ഇനം മാവിനങ്ങൾ ലോകത്തുള്ളതായിട്ടാണ് ചരിത്രരേഖകൾ ഉള്ളത്. കേരളത്തിൻ്റെ തനതു മാവിനങ്ങളായ മൂവാണ്ടൻ, വലിയ കിളിച്ചുണ്ടൻ, കൊച്ചു കിളിച്ചുണ്ടൻ, കോമാങ്ങ, കപ്പമാങ്ങ, നാട്ടുമാങ്ങ, ഇങ്ങനെ കർപ്പൂരമാങ്ങ, ഇങ്ങനെ പലതരത്തിലുള്ള കേരളത്തിൻ്റെ മാമ്പഴം ഏറെ പ്രിയപ്പെട്ടതാണ്. പല മറ്റ് മാമ്പഴ ഇനങ്ങൾ നമ്മളിങ്ങോട്ട് നീലം, മൽഗോവ തുടങ്ങിയവ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വൈറ്റമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റുകൾ, ഭക്ഷ്യനാരുകൾ അതായത് ഫൈബർ, അന്നജം തുടങ്ങിയവയുടെ കലവറയായ മാമ്പഴത്തിന് ഔഷധ ഗുണം ഏറെയാണ്. നമ്മുടെ പരിസരത്തെ ഏറ്റവും ഗുണമേറിയ മാമ്പഴത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി ഈ ചർച്ചയിൽ പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.